ഇടുക്കി വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിൽ വികസനമെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഊരുമൂപ്പൻ നിരാഹാര സമരം തുടങ്ങി. ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന 87 കുടുംബങ്ങളിലെ 386 പേർ അധിവസിക്കുന്ന വഞ്ചിവയൽ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയും 80 വർഷമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ അധിവസിച്ചു വരുന്നു. വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഇവരെ കൈയൊഴിയുന്നു. ആദിവാസി കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആദിവാസി മൂപ്പൻ സമരം തുടങ്ങിയത്. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുൻപ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അന്ന് ഇടുക്കി ജില്ലാ സബ് കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തുകയും വഞ്ചിവയൽ കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള 4 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കുക, കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയലിൽ കുടിൽകെട്ടി നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. വഞ്ചിവയൽ ട്രൈബൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യമായ ഒരു റോഡ് 4 കിലോമീറ്റർ റോഡിനുള്ള സമരത്തിലാണ്. അപ്പോൾ 42 കുട്ടികൾ പോകുന്ന ഒരു സ്കൂൾ ബസ് ഓടുന്ന ഒരു റോഡാണ്. അതിന് നാളിതുവരെയായിട്ടും ഒരു മാറി മാറി വരുന്ന ഭരണങ്ങളിലൊന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേരിൽ നടത്തുന്ന നിരാഹാര സമരമാണ്. നിരാഹാരമനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമൂപ്പന് പിന്തുണയറിയിച്ച് കോളനി നിവാസികളും എത്തി. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന് ഊരുമൂപ്പൻ പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി.